നമസ്കാരം. ഇസ്രായേലിന്റെ ഭീഷണി ഇറാന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കണ്ടാൽ ഇറാന്റെ ആണവായുധ നയങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുല്ല ഖമേനിയുടെ ഉപദേശകൻ കമൽ ഖരാസി വ്യക്തമാക്കി. ഇസ്രായേൽ ഇറാൻ ബന്ധത്തിൽ ഉലച്ചിൽ വന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഖരാസിയുടെ മുന്നറിയിപ്പ്. ഞങ്ങൾ ആണവ ബോംബ് നിർമ്മിക്കാനുള്ള പദ്ധതിയൊന്നുമില്ല. എന്നാൽ ഇറാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ഞങ്ങളുടെ ആണവായുധ നയങ്ങളിൽ മാറ്റം വരുത്തുകയല്ലാതെ മറ്റ് വഴികളില്ല എന്നും ഖരാസി പറഞ്ഞു. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ എംബസിക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടി എന്ന നിലയിൽ ഇസ്രായേലിൽ ഇറാൻ മിസൈൽ ആക്രമണവും നടത്തി. അതേസമയം രാജ്യാന്തര ആറ്റമിക് ഏജൻസി പ്രതിനിധികളും ഇറാനിലെ ആണവായുധ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ച പുരോഗമനാത്മകമാണെന്ന് പറഞ്ഞാലും പ്രകടമായ പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ സഹകരണമില്ലായ്മയെ കുറ്റപ്പെടുത്തി IAEA മേധാവി റാഫേൽ ഗ്രോസി രംഗത്ത് വന്നിരുന്നു. റഫേലിലേക്കുള്ള കടന്നാക്രമണം അവസാനിപ്പിച്ചാൽ ഹമാസിന്റെ തലവനെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരം ഇസ്രായേലിന് കൈമാറാമെന്ന് അമേരിക്കൻ ചാരസംഘടനയായ CIA വ്യക്തമാക്കി. ഹമാസ് തലവൻ യഹ്യ സിൻവറിനെ കുറിച്ചുള്ള വിവരം കൈമാറാമെന്ന വിവരം CIA തലവൻ വില്യം ബേൺസ് ഇസ്രായേലിനെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഹമാസുമായി ഒക്ടോബർ 7-ന് ആരംഭിച്ച യുദ്ധത്തോടെ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമനാണ് സിൻവർ. ഖാൻ യൂനിസിലെയും റഫ മേഖലയിലെയും പടർന്നു കിടക്കുന്ന തുരങ്ക ശൃംഖലയിൽ എവിടെയോ ആണ് സിൻവർ ഒളിവിൽ കഴിയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. മധ്യപൂർവ്വ ഏഷ്യയിലെ മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് വില്യം ബേൺസ്. യഹ്യ സിൻവറിനെക്കുറിച്ച് ഇസ്രായേലിന് ആവശ്യമായ വിവരങ്ങൾ കൈമാറുമെന്നാണ് ബേൺസ് അറിയിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ IANS റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതു വിധേനയും സിൻവറിനെ പിടികൂടണം എന്ന ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗലാൻഡ് കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേലിൻ്റെ ചാരസംഘടനകളുടെ മേധാവികളായ ഡേവിഡ് ബാർണിയ, റോണൻ ബർ എന്നിവരുമായി ബേൺസ് ചർച്ച നടത്തുന്നു എന്നാണ് വിവരം. 2023 നവംബർ അവസാന ആഴ്ചയിലെ ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിൽ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് ബേൺസ് ആണ്. റഫേലെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാനായി ഇസ്രായേലിന് ആയുധം നൽകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം നിലപാടെടുത്തിരുന്നു. ഗസ യുദ്ധത്തിന്റെ ആരംഭം മുതൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന US പ്രസിഡന്റ് ഇതാദ്യമായിട്ടാണ് പരസ്യമായി ഈ വിഷയത്തിൽ ഒരു അതൃപ്തി അറിയിക്കുന്നത്. സ്വന്തം പാർട്ടിയിൽ നിന്നുൾപ്പെടെ വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ നിലപാട് മാറ്റം. അതേസമയം വ്യോമാക്രമണങ്ങൾക്കെതിരെ ഇസ്രായേലിന്റെ പ്രതിരോധ കവചത്തിന് വേണ്ട ആയുധ സഹായം തുടരുമെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. ഇസ്രായേലിന്റെ സുരക്ഷ അപകടത്തിലാക്കിയുള്ള കൈയൊഴിയലല്ല, മറിച്ച് ജനങ്ങളെ ആക്രമിക്കാനുള്ള നീക്കത്തിന് കൂട്ടുനിൽക്കാതെ പിന്മാറുകയാണ് അമേരിക്ക ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ.